നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ കൻവാർ തീർത്ഥാടന യാത്രാ റൂട്ടിലെ ഭക്ഷണശാലകളുടെ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ട് വിവാദ ഉത്തരവ് പിൻവലിക്കാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹിന്ദു ദേവന്മാരുടെയും ദേവിമാരുടെയും ചിത്രം വെച്ചുകൊണ്ടുള്ള കട നടത്തി ഹിന്ദുക്കളെ പറ്റിക്കുന്ന ചില പ്രത്യേക മതസ്ഥരുടെ ഇടപാട് ഒരു തരത്തിലും അനുവദിച്ചു തരില്ല എന്ന് സംശയത്തിന് ഇട നൽകാത്ത വിധം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹിന്ദു ദേവന്മാരുടെയും ദേവിമാരുടെയും ചിത്രം വെച്ച് കടകളിൽ കയറി ഹിന്ദു സ്വാമിമാരും തീർത്ഥാടകരും ഭക്ഷണം കഴിക്കുന്നത് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതിൽ പലതും തീർത്ഥാടകർക്ക് നിഷിദ്ധമായ മാംസാഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാണ് എന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ നടപടി യോഗി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദു പേരോട് കൂടിയ ഈ സ്ഥാപനങ്ങളിൽ പലതിന്റെയും ഉടമകൾ ചില പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ അങ്ങ് ഉത്തർപ്രദേശ് വരെ പോകേണ്ടതില്ല, മറിച്ച് കേരളത്തിൽ തന്നെ തുടർന്നാൽ മതിയാവും. നമ്മുടെ ക്ഷേത്ര പരിസരങ്ങളിൽ തന്നെ പ്രമുഖ ഹിന്ദു പേരുകളിൽ അറിയപ്പെടുന്ന കടകളിൽ പലതും ചില പ്രത്യേക മതസ്ഥരുടേതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് കാശിനു പകരം ഗൂഗിൾ പേ ചെയ്യുമ്പോൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ക്ഷേത്ര പരിസരങ്ങളിൽ അന്യമതസ്ഥർ കച്ചവടം ചെയ്യുന്നത് തെറ്റാണോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. അതങ്ങനെ ഒരു തെറ്റായി കാണേണ്ടതില്ല എന്ന് തന്നെയായിരിക്കും ഹിന്ദു പൊതുബോധവും. എന്നാൽ ഈ പ്രത്യേക മതത്തിൽപ്പെട്ടവർ ഒരു സാധനം മേടിക്കണമെങ്കിൽ അവരുടെ മതത്തിൽപ്പെട്ട കടയിൽ മാത്രമേ പോവുകയുള്ളൂ എന്ന വസ്തുത പകൽ വെളിച്ചം പോലെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഹിന്ദുക്കളെ പറ്റിക്കേണ്ട എന്ന നിലപാട് എടുത്തുകൊണ്ടത് അത്യാവശ്യമായിരിക്കുന്നത്. ഇതേ തുടർന്നാണ് കാർവാർ തീർത്ഥാടന യാത്രയ്ക്ക് ഇരുവശത്തും നടത്തുന്ന കടകൾ നടത്തുന്നവരുടെ പേരും മറ്റു വിശദാംശങ്ങളും പരസ്യപ്പെടുത്തണമെന്ന് യോഗി കട്ടായം പറഞ്ഞത്. ഇതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും ഒരു തരത്തിലും തന്റെ നടപടിയിൽ നിന്നും ഒരടി പുറകോട്ട് പോകാൻ യോഗി തയ്യാറായില്ല. ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ വക്താവ് പറഞ്ഞിരുന്നു. ഹിന്ദു ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്നവർക്ക് അവരുടെ തീർത്ഥാടന വേളയിൽ ശല്യം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാക്കാനാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്തെ എല്ലാ കാൻവാർ യാത്രാ റൂട്ടുകളിലും ഈ ഉത്തരവ് നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഴുവൻ തീർത്ഥാടന സമയത്തും യാത്രക്കാരുടെ പവിത്രത നിലനിർത്തുവാനും കൻവാരിയാർ ആചാരങ്ങൾ പാലിക്കുവാനും വൃത്തിയുള്ളതും ശുദ്ധവുമായ സസ്യാഹാരം നൽകുന്നതുമായ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാനാണ് തീർത്ഥാടകർ ഇഷ്ടപ്പെടുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ലൈസൻസ് ഉടമ തന്റെ ഔട്ട്ലെറ്റിൽ ഉടമസ്ഥന്റെ ലൈസൻസും പേരും പ്രദർശിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2014 വഴിയോര കച്ചവട നിയമത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിന് പിന്നാലെ ഈ വിവാദങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ്. സംസ്ഥാന BJP വക്താവ് രാകേഷ് ത്രിപാഠി പറഞ്ഞു. തിങ്കളാഴ്ച ചില ഹിന്ദു തീർത്ഥാടകരുടെ ആവശ്യത്തെ തുടർന്നാണ് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി കൻവാർ യാത്രാ റൂട്ടിലെ എല്ലാ ഭക്ഷണശാലകൾ, കടകൾ, ഭക്ഷണ വണ്ടികൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കാൻ മുസാഫർ നഗർ പോലീസ് ഉത്തരവിട്ടത്. ഇവിടെ മാത്രമല്ല, സാൻപൂരിലും ഷിംലയിലും സമാനമായ ഉത്തരവുകൾ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉത്തരവിൽ മതത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എങ്കിലും ഭക്ഷണ വിൽപ്പനക്കാരുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനും മുസ്ലിം വ്യാപാരികളെ പാർശ്വവൽക്കരിക്കുന്നതിനുമാണ് ഈ നീക്കമെന്ന് പ്രതിപക്ഷ നേതാക്കളും പ്രവർത്തകരും ആരോപിക്കുന്നത്. യോഗി ആദിത്യനാഥിനോട് തന്റെ നിലപാട് മാറ്റണമെന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഗി ആദിത്യനാഥ് അടിസ്ഥാനപരമായി UPയുടെ മുഖ്യമന്ത്രിയല്ല. അദ്ദേഹം ഹിന്ദുക്കളുടെ ആത്മീയ ആചാര്യനും ഗോരഖ്നാഥ് മഠം അധിപതിയുമാണ്. ലോക പ്രശസ്തമായ ഗുർഖായികളുടെ ആത്മീയ നേതാവുമാണ്. ഹിന്ദുക്കളുടെ ഒരു ആചാരം സുരക്ഷിതമാക്കാൻ പ്രവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി പദം വെടിയേണ്ടി വന്നാലും യോഗി ഒരടി പുറകോട്ട് പോകില്ല. അങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയുവാനുള്ളൂ: വെടിക്കെട്ടുകാരനെ നിങ്ങൾ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രം.